ബിരിയാണിയാ? ബിരിയാണി എവ്വളോ? ചിക്കൻ ബിരിയാണി എവ്വളോ? 980 because dum biryani 980. chicken biryani mutton 1540. Hi, welcome to Malaysia. Thank you. Where you from? I'm from India. So much. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് റാസ ടു KL സാധാരണ എല്ലാ ഞായറാഴ്ചകളിലും സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ഒരു ചെറിയ യാത്ര. മിക്കപ്പോഴും സിനിമ കാണാനായിരിക്കും, പക്ഷേ ഇന്ന് റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ്. റാസയിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂർ ട്രെയിനിൽ യാത്രയാണ് കോലാലംപൂർ എത്താൻ. ഇതുപോലെ പാട്ടൊക്കെ കേട്ട് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടുള്ള ചെറിയ ചെറിയ യാത്രകൾ, അതും ഒറ്റയ്ക്കുള്ള യാത്രകൾ പൊതുവെ എനിക്കിഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. KL സെൻട്രൽ സ്റ്റേഷൻ വരുന്നത് NU സെൻട്രൽ മാളിന്റെ ഉള്ളിലായിട്ടാണ്. കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിലാണ് സ്റ്റേഷൻ. അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് മാളിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് പുറത്തിറങ്ങും. നമ്മളിപ്പോൾ വന്നത് KTMB ട്രെയിൻ സർവീസിലായിരുന്നു. ഇതുകൂടാതെ LRT, MRT, മോണോറെയിൽ പോലുള്ള ട്രെയിൻ സർവീസസും നമുക്ക് NU സെൻട്രലിൽ നിന്ന് തന്നെ അവൈലബിൾ. മോണോറെയിൽ ഒഴിച്ച് LRT, MRT, KTMB എന്നീ പറഞ്ഞ ട്രെയിൻ സർവീസസ് ഒക്കെ ഇക്കാണുന്ന ഏരിയയിൽ ഇരുവശങ്ങളിലായിട്ട് അവൈലബിൾ ആണ്. മോണോറെയിലിന് മാത്രം നമ്മൾ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകണം. നമ്മളിപ്പോൾ ഏകദേശം മാളിന്റെ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഈ മാളിന്റെ തൊട്ട് താഴെയുള്ള സ്ട്രീറ്റ് ആണ് ബ്രിക്ക് ഫീൽഡ്സും അതിന് തൊട്ടടുത്തുള്ള ബ്രിക്ക് ഫീൽഡ്സിലെ ലിറ്റിൽ ഇന്ത്യയും. ഇപ്പോൾ ബ്രിക്ക് ഫീൽഡ്സിൻ്റെ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയാ? ബിരിയാണി എവ്വളോ? ചിക്കൻ ബിരിയാണി എവ്വളോ? 980 because dum biryani 980. chicken biryani mutton 1540. இது வாங்கினா பார்சல் மட்டும்தான் இருக்கா? பார்சல்லாம் உள்ள சாப்பிடலாம், வேற இருக்கு உள்ள இருக்கு. தண்ணியும் மெட்டா അവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഉള്ളിൽ സ്ഥലം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നല്ല സ്ഥലം പോകാൻ തോന്നുന്നില്ല. ഈ ഒരു സ്ട്രീറ്റിൽ കുറേ ഇന്ത്യൻ ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. ചായയൊക്കെ വെക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാം ഇന്ത്യൻസാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് തന്നെയുണ്ട്. പറ്റിയാൽ നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. നീത്തമ്പി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. Hi, welcome to Malaysia. Thank you. Where you from? I'm from India. Welcome to Malaysia. Thank you so much. ഇവിടെ അമ്മൻ മെസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നല്ല അടിപൊളി ഫുഡാണ് അവിടെ സാധാരണ പോയി കഴിഞ്ഞാൽ നല്ല ക്യൂ ആയിരിക്കും. ക്യൂ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് അകത്ത് കയറി കഴിക്കേണ്ടി വരും. തിരക്കില്ലെങ്കിൽ അവിടെ കയറി നിന്ന് ഫുഡ് കഴിക്കാം. തിരക്കുണ്ടോ എന്ന് നോക്കാം ആദ്യം. ഈ അമ്മൻ മെസ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പോഴാണ് ലിറ്റിൽ ഇന്ത്യയൊക്കെ വരുന്നത്. അല്ല, സർവണ ഭവനൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ അമ്മൻ മെസ്സിൻ്റെ അവിടെ എത്താറായി. നല്ല തിരക്കുണ്ടാവുമോ അതോ തിരക്കുണ്ടാവില്ലെങ്കിൽ കയറി കഴിക്കാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ആളുകൾ പുറത്ത് ചെയർ ഇട്ടിരുന്ന് വെയിറ്റ് ചെയ്യുക. ഇതാണ് അമ്മൻ മെസ്, കണ്ടില്ലേ ആളിരിക്കണേ. പുറത്തിരുന്ന് കഴിക്കില്ല, അകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരാൾ മാത്രം ഉള്ളതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് കയറാൻ പറ്റുമോ നോക്കി നോക്കാം. ഒരാളാണെങ്കിലും 40 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ളതാണ് ലിറ്റിൽ ഇന്ത്യ, ബ്രിക്ക് ഫീൽഡ്സിലുള്ള ലിറ്റിൽ ഇന്ത്യ. നമുക്ക് ക്വിക്കായിട്ടൊന്ന് ചുമ്മാ ഒന്ന് നടന്നിട്ട് തിരിച്ചു വരാം. നല്ല വിശപ്പുണ്ടേ, ഒരുപാട് നേരം ഇവിടെ കറങ്ങി തിരിയാൻ നിന്ന് കഴിഞ്ഞാൽ പട്ടിണിയായിപ്പോയി. അപ്പോൾ നമ്മളിപ്പോൾ ബ്രിക്ക് ഫീൽഡ്സിലെ ലിറ്റിൽ ഇന്ത്യ സ്ട്രീറ്റിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിക്ക് ഫീൽഡ്സിലെ സ്ട്രീറ്റുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് തമിഴ് ആളുകളും അവരുടെ കച്ചവട സ്ഥാപനങ്ങളും മറ്റുമായിരിക്കും. അതിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള തമിഴ് ആളുകളുണ്ടാകും, ഇവിടുത്തെ തന്നെ മലായ് തമിഴ് ആളുകളുണ്ട്. പക്ഷേ എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഒരേ കൾച്ചർ തന്നെയാണ്. ഫുൾ ഇന്ത്യൻ ഷോപ്സാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഈ ഇപ്പുറത്ത് പോയിട്ട് അങ്ങോട്ട് പോകും. ഏതോ ഒരു യൂട്യൂബറിന് RIP ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്.
ഇതാണ് ഇവിടുത്തെ നമ്പർ എഴുതുന്ന സ്ഥലം. അതായത് നാട്ടിൽ നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ ഇവിടുത്തെ ആളുകൾ ഇതുപോലത്തെ വേറെ 1-2 കമ്പനികളും കൂടെ ഉണ്ട്. അവിടെ പോയിട്ട് മനസ്സിൽ തോന്നുന്ന ഒരു 4 നമ്പർ അങ്ങോട്ട് എഴുതും. നമുക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്ന് അന്ന് വൈകിട്ട് തന്നെ റിസൾട്ട് അറിയാനും പറ്റും. ആകെപ്പാടെ കറങ്ങി തിരിഞ്ഞ് ടയേർഡായി. പോരാത്തതിന് ചോറ് കഴിക്കണോ ബിരിയാണി കഴിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടെ. അങ്ങനെ അവസാനം എടുത്ത തീരുമാനമായിരുന്നു ഇന്നത്തെ പരിപാടി പൊറോട്ടയും മൊയിലിറച്ചിയും കൂടെ ഒരു ത്രിവേണി ജ്യൂസും പൈനാപ്പിളും മുന്തിരിയും പിന്നെ വേറെ എന്തോ ഒരു സാധനം. ഈ 3ന്റെയും കോമ്പിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേരായിരുന്നു അത്. പൊറോട്ടയ്ക്ക് വലിപ്പം പോരാ, മൊയിലിറച്ചിയുടെ ഗ്രേവി കൊള്ളായിരുന്നു, പക്ഷെ പീസ് മര്യാദയ്ക്ക് വെന്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ വെയിറ്റിൻ്റെ ഒരു ചോദ്യം കൂടെ, മൊയിലിറച്ചി കിട്ടുമല്ലേ ഒന്ന് പോടോന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ വിശപ്പ് കാരണം വായിൽ മൊത്തം പൊറോട്ടയായിപ്പോയി. അല്ലേലും പറയാനൊന്നും പോണില്ല, അവിടെ പറയാൻ പറ്റാത്തത് ഇവിടെയും പറയാലോ. അപ്പോൾ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ന്യൂ സെൻട്രൽ മാളിൻ്റെ അകത്തോട്ട് വന്നിരിക്കുകയാണ്. ഇന്നിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, പതുക്കെ വിട്ടാലോ എന്ന് ആലോചിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? നേരെ പോകേണ്ടത് താഴേക്ക് പോയിട്ട് തഞ്ചൂർ റാസ, ഇതാണ് നമ്മുടെ സെക്ഷൻ. രാവിലെ നമ്മൾ നേരെ റാസയിൽ നിന്ന് വന്നിട്ട് ഇവിടെ എത്തിയിട്ടാണ് ഫുള്ള് കറക്കം ഇന്നിവിടെ കറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇന്നിനി വേറെ പരിപാടികളൊന്നുമില്ല. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.